കേരളത്തിലെ 44 നദികളുടെ പേരുകൾ, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും, 51 ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, കേരളത്തിലെ മുഖ്യമന്ത്രിമാർ, ഇവയുടെ എല്ലാം പേരുകൾ ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്നാൽ അത്തരത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കൊച്ചുമിടുക്കിയുണ്ട്. കൊല്ലം ജില്ലയിലെ ചിറക്കര സ്വദേശികളായ അമൽ രാജിൻ്റെയും സവിതയുടെയും മകളായ അഭിഷിത രാജ്. എപ്പോൾ മുതലാണ് മകൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? മോൾക്കൊരു 1.5 വയസ്സായപ്പോഴത്തേക്ക് തൊട്ട് അമ്മക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായി. മോൻ്റെ ഒരു ഫസ്റ്റ് ഒരു 5ാം ക്ലാസ്സിലെ കവിത, ഹിന്ദി കവിതയായിരുന്നു ആദ്യമായിട്ട് പാടാൻ തുടങ്ങിയത്. സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ഫസ്റ്റ് അത് തന്നെയാണ് അവള് പാടാൻ തുടങ്ങിയിരുന്നത്. അപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. പിന്നെ ഇങ്ങനെ തുടരെയായിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നോക്കി, തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ GK ആയിരുന്നു ആദ്യമേ തുടങ്ങിയത്. യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ അതിലിടാനായിട്ട് നമ്മള് GK ആണ് ആദ്യമേ പറഞ്ഞു കൊടുത്തത്. അപ്പം ആ റിപ്ലൈ എല്ലാം പറയുന്നുണ്ട്. എത്ര ക്വസ്റ്റ്യൻ നമ്മൾ 3, 4 ഒക്കെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് അത് ഓരോന്നായിട്ട് ചോദിക്കുമ്പോഴും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു തുടങ്ങിയത്. അതായത് അക്ഷരങ്ങളെ എഴുതി തുടങ്ങുന്നതിന് പഠിച്ചു തുടങ്ങി. ഏകദേശം ഒരു 3.5 വയസ്സായപ്പോഴത്തേക്ക് നമുക്കൊരു ആഗ്രഹം തോന്നി. ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ ആ അന്വേഷണം ചെന്നെത്തി. അയച്ചപ്പം തന്നെ ഒരു 3.5 വയസ്സ് 4 വയസ്സിനോട് അടുപ്പിച്ചാണ് അയച്ചത്. ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്കത് സെലക്ട് ആവുകയും ചെയ്തു. പിന്നീട് നമുക്കൊരു ഓരോ സമയത്ത് ആലോചിച്ച് ഓരോന്നിനോന്നിനു വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ശ്രമിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അടുത്തൊരു ചേട്ടൻ്റെ ഹിന്ദി കവിത അനിയത്തി പാടുന്നത് ആദ്യം കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് ഒത്തിരി ഇങ്ങനൊരു കഴിവുണ്ടെന്ന് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അനിയത്തിയുടെ ഈ ഒരു കഴിവിനെ ചേട്ടൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അനിയത്തിയുടെ ഈ കഴിവുകൾ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനിയും ഇതുപോലെ അവാർഡുകൾ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മോൾ എങ്ങനെയാണ് അമ്മയും അച്ഛനും പഠിപ്പിച്ചിരുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്? അത് അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞായിരുന്നു. എങ്ങനെ? മൊത്തം എഴുതി വെച്ചിട്ട് മൊത്തം അത് നോക്കി എല്ലാ ദിവസവും പറഞ്ഞായിരുന്നു. ഇപ്പോൾ അമ്മ പറയാണ് മോളെ നമുക്ക് 44 റിവേഴ്സ് ഇൻ കേരള പഠിക്കാന്ന് പറയും. അപ്പോൾ അതെങ്ങനെ പഠിക്കും? അത് അമ്മ ആദ്യമേ മൊബൈലിൽ നോക്കി മൊത്തം എഴുതി വെക്കും. പിന്നെ അമ്മ മൊത്തം നോക്കി പഠിപ്പിച്ചായിരുന്നു. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ. അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇവിടെ ടീച്ചർമാരെല്ലാവരും ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ ഇപ്പം അസംബ്ലിക്ക് പറഞ്ഞായിരുന്നു. ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഫ്രണ്ട്സ് ടീച്ചർമാരെ അടുത്ത് പറയുമ്പം അവർ കൂടെ ഇങ്ങനെ ഒരുമിച്ചൊന്ന് കേൾക്കും. റിവേഴ്സ് ഇൻ കേരള. പിരിയ, ഫതപുര, പമ്പ, ചാലിയ, ചാലിക്കുടി, കരുണ്ടി, അച്ചങ്ങം, കല്ലട, മുനച്ചിപ്പുര, വളപട്ടണം, തന്നിക്കുടി, മണിമല, വാമ്പടപ്പുഴ, കുപ്പം, മെഞ്ച, കുറ്റാരി, കരുമണ്ണ്, ചിറ, കാരിക്കൂട്, ഇത്തിക്കിഴി, നേയ, മയേരി, പയ്യന്, ഉപ്പൾ, കരിയൊന്ന്, കിച്ചിരി, എണ്ടക്കണ്ട്, തിരൂർ, നീലേശ്വരം, പടുക്ക, കോരപ്പുഴ, മോഗ, കവ്വായി, കല്ലയം, മാമൻ, തെരച്ച, ചിറ്റ, പുരുക്ക, രാംപുര, മഞ്ചേശ്വരം, കമ്പനി, ഭവാൻ, പമ്പ. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, 2 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിലാണ് ഈ കൊച്ചുമിടുക്കി ഇടം പിടിച്ചത്. മോളുടെ ഈ ടാലൻറ്റുകൾ കണ്ടപ്പോഴത്തേക്ക് ഇതിനെന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ കാര്യം അറിയുന്നത് തന്നെ. അപ്പോൾ വിചാരിച്ചു ഒന്ന് അയച്ചു നോക്കാം. മോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും മോൾക്ക് കിട്ടാനുള്ളതുണ്ടോയെന്ന് ഇങ്ങനെ ടാലൻ്റ് ആയിട്ടുള്ള കൊച്ചുങ്ങൾ ഒരുപാട് പേരെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് അയക്കുന്നത്. അപ്പോഴും കിട്ടുകയും ചെയ്തു. പിന്നെ തുടരെ മോൾ ഓരോന്ന് നമ്മൾ പഠിപ്പിച്ചെടുത്ത് ഓരോ സെക്കൻഡിൻ്റെ കണക്കിനാണ് ഓരോരുത്തർ ബ്രേക്ക് ചെയ്താണ് അടുത്തടുത്ത റെക്കോർഡുകൾ മേടിച്ചേക്കുന്നത്. അപ്പം അതിങ്ങനെ ഇപ്പോഴും അവളിപ്പം മാർച്ചിലാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. ഇനിയും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വരുത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്.
അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ 44 നദികളുടെ പേരുകൾ, 51 ഏഷ്യൻ രാജ്യങ്ങളുടെ പേരുകൾ, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും, കേരളത്തിലെ 14 ജില്ലകൾ, 15 ഇന്ത്യൻ രാഷ്ട്രപതിമാർ, 15 ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ, 12 കേരള മുഖ്യമന്ത്രിമാർ, 34 പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 8 ഗ്രഹങ്ങളുടെ പേരുകൾ എന്നിവ ഈ 5 വയസ്സുകാരിക്ക് കാണാപ്പാഠമാണ്. डॉक्टर राजेंद्र प्रसाद सारिपटे राधा कृष्णा डॉक्टर सखीर रोसे वनानगिरी वेंकटेरी डॉक्टर फकरी डड़ियाम ने संजीव रट्टी राम सेंसे रामसर वेंकटाम संगदेव शर्मा केला नारायण एपीजे कले परमा वट्ट पेनगुकची नाना गोविंद द्रौपदी मुर्मू जवाहरलाल नेहरू सत्यानंद दापड़को सतर इंदिरा गांधी बोंडेरे देसाई सरसी राजीव गांधी हुसैन पेटसी चंद्रदेव एन सिम्हाव एवी वाजपेयी रेवगढ़ नुकुमा गुजरात मनमोहन नरेंद्र मोदी. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള. ഇമെയിൽ സമ്പടിപ്പാടി ചട്ടൻ താഴ്പുഴ ആശങ്ക CH കെ കണ്ണാടി AK അച്ഛന് പിക്കറ്റാൻ CH മോയക്കോയ AK നായന ഉമ്മചാണ്ടി സന്ധിരാമൻ പ്രണായ് വിജയൻ VD സതീശൻ. ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. നോട്ടപ്പയ്ക്ക് സാത്തുമയ്ക്ക് റൂറോപ്പ് ആസ്തിർ അന്റാർട്ടിക്ക. പതാക തൃപ്പതാക അത്തപതാക കത്തരി മുങ്ക മയൂരാക്കി അത്ത സുന്ദരിച്ച അടാറ ശുഗതുണ്ടക മുഷ്ടിച്ച ശിഖിരഗച്ച കബിത്തോ കടകമുങ്ക മുഷ്ടിച്ച ശിഖിരഗച്ച കബിത്തോ മുഷ്ടിച്ച ശിഖിരഗച്ച കബിത്തോ കടകമുങ്ക സൂചി ചന്ദ്രകല പത്മാശ സപ്തസംസ്ഥത മൃഗശിഷ സിംഹമുങ്ക കാങ്കൂളച്ച് പത്മക ചതുരോ ബ്രഹ്മൺ ഹംസസ്യ ഹംസപക്ഷക സന്താംശ മുകുള ചേവ താമരചൂട തൃശ്ശൂർക.